ക്ഷേമൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അതോടൊപ്പം ക്രിസ്തുമസിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്കൊരു ചെറിയ കോമഡി പരിപാടിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. തെറ്റുകളൊക്കെ നീ ക്ഷമിക്കുക. കോമഡിയിൽ ഞാൻ പലതും പറയും, അതുകൊണ്ടാരും പരിഭവം വരുത്. അഥവാ പരിഭവം ഉണ്ടായാൽ കോമഡിയായി കരുതിയിടണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ദൈവമേ കൈത്തൊഴാൻ കേൾക്കുമാറാകണം, പാവം ഈ അച്ഛനെ കാക്കുമാറാകണം. നേർവരും സങ്കടം ഭസ്മമായി ഇടണം, നേർവഴിക്ക് അച്ഛനെ കൊണ്ടുപോയി ഇടണം. ആയുസ്സോ ആരോഗ്യം നൽകുമാറാകണേ, അച്ഛനെ തൊഴിൽ എന്നും ഉണ്ടാകണേ. തെക്കുകൾ കയറുമ്പോൾ വീഴാതെ നോക്കണേ, പാമ്പും വഴുതാരും കറ്റാതെ നോക്കണേ. എല്ലാവരും കാത്തു രക്ഷിക്കുമാറാകണേ, എല്ലാവർക്കും നന്മ വരുത്തി നൽകിയിടണേ. റിട്ടയർമെന്റ് ഒന്നും ഇല്ലാതിരിക്കണേ, ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടാകണേ. സാലറി കൂട്ടുമ്പോൾ സാലറി കൂട്ടുവാൻ തോന്നുമാറാകണേ, സാലറി കൂട്ടുമ്പോൾ തെറ്റാതെ നോക്കണേ. ദൈവമേ കൃഷ്ണ ഗുരുവായൂരപ്പ, ആരെങ്കിലും എന്നെ ഒന്ന് വീഡിയോ എടുത്ത് ജാനകിന് വൈറലാക്കി പോലെ ഒന്ന് വൈറലാക്കി തരണേ കൃഷ്ണ ഗുരുവായൂരപ്പ. രണ്ടുപേരും തമ്മിലോട്ടൊരു സംഭാഷണം നമുക്കാണ്. എടി സുമ, നീ എവിടേക്കാ പോണേ? അതെ, എൻ്റെ മോനെ കൊച്ചിനെ അഡ്മിഷൻ ഒന്നും ശരിയായിട്ടില്ല. അഡ്മിഷൻ എടുക്കണം. അതിന് വനത്തെ ടീച്ചർ ഒന്ന് കാണാൻ പോവാ. നിങ്ങൾക്കറിയോ ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് നോക്കണം. മോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മോനെ നല്ല സ്കൂളിൽ നോക്കി അഡ്മിഷൻ എടുക്കണം, അവനെ ഡോക്ടറൊക്കെ ആക്കണം എന്നാണ് മോനെ ആഗ്രഹം. അതിന് നീ ഇതിന് വിഷമിക്കണേ. ആലക്കുടയുടെ ഹൃദയ ഭാഗത്ത് തന്നെ നീണ്ടു പരന്നങ്ങോട്ട് കിടക്കല്ലേ, കാട്ടുനിച്ചർക്ക് അടുത്തായിട്ട് തല ഉയർത്തി പിടിച്ച് നിൽക്കല്ലേ നമ്മുടെ ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂള്. നീ ഇതിന് വിഷമിക്കണേ. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പ്രഗത്ഭരായ അധ്യാപകരെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. ക്ലാസ് റൂമുകളാണെങ്കിൽ വർണ്ണശബ്ദമായ ക്ലാസ് റൂമുകൾ, ചുറ്റോട് ചുറ്റിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണെങ്കിലോ നമ്മുടെ അമ്മമാരൊക്കെ മാറി നിൽക്കും. അത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. പിന്നെ അധ്യാപകരുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളെ മനസ്സിലാക്കി അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണം. പിന്നെ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരിതേ കളിക്കളത്തേക്ക് കാലിട്ട് വെച്ചിട്ടില്ല, സമ്മാനം കൊണ്ടാലാണ്ട് പോയില്ല. അത്രയ്ക്ക് കോച്ചിങ്ങാണ് അവിടുത്തെ കോച്ചിങ് ക്ലാസ്സുകൾ. പിന്നെ ലൈബ്രറി, സ്വിമ്മിങ് പൂള്, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിലേ വ്യത്യസ്തനായൊരു ഫാദറാണ് അച്ഛൻ, സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിനു നൽകി, കുട്ടികൾക്കെല്ലാം തോഴനാണ് അച്ഛൻ. ദയാശീലൻ, ദാനശീലൻ, ക്ഷമാശീലൻ, നമ്മുടെ ഫാദർ ഫാദർ ഫാദർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അച്ഛനാണ്. നിങ്ങൾ ധൈര്യമായിട്ട് സ്കൂളിൽ പോയി ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കണം. നിങ്ങളുടെ മക്കളെ കുറിച്ച് ഒരു പേടി വിചാരിക്കണ്ട. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ സ്ഥാനം ഉറപ്പാണ്. ആണോ? ഞാൻ ഇന്ന് പോയി അഡ്മിഷൻ എടുക്കാം. കുറച്ചുകൂടി സൈഡ് കുറച്ചുകൂടി കൂടും. ഹൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ? ഹൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ? ഏത് ഉണ്ടാവുള്ളൂ? ഹൈറ്റ് ലെങ്ത് കുറച്ചുകൂടി കൂടും. നമ്മുടെ പാലത്തിനടുത്ത് താമസിക്കുന്നില്ലേ സുമ? രമ്യണ്ണന്റെ ഭാര്യയാണോ? രമ്യണ്ണന്റെ ഭാര്യ. അല്ലെങ്കിൽ എടി നമ്മുടെ ഒപ്പം 5 കൊല്ലം പഠിച്ചില്ലേ സ്കൂളിൽ പഠിച്ചത് സുമ? എടി ആ തെങ്ങേറ്റുകാരൻ സുഖുവിന്റെ
ലക്ഷണം ഉള്ളതാണ്. ഓ ലോകത്തിലുള്ള ആണുങ്ങളെ മുഴുവൻ അറിയാം ഒരു ബാറ്റാരിയുടെ എന്നിട്ട് 5 കൊല്ലം സ്കൂളിൽ പഠിച്ച സുമേനെ അറിയില്ല. എടി അത് സുമിക്ക് എന്ത് പറ്റി? എടി അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. എന്ത് പ്രശ്നം? എടി അവളുടെ കെട്ടിയനിട്ടേ ഭയങ്കര പ്രശ്നം. അതെ അത് അവൾക്ക് ഞാൻ അവൾക്കിട്ടൊരു 8ന്റെ പണി കൊടുക്കണം വെച്ചിരിക്കായിരുന്നു. അത് നന്നായി. എന്തിട്ടായിരുന്നു അവിടെ പ്രശ്നം കേക്കട്ടെ. എടി ഞാനേ അവളുടെ വീടിൻ്റെ അതിലെ പോകുമ്പോഴേ അവിടെ നിന്ന് നൂലോട് കേട്ടിട്ടാ അവളുടെ അയ്യോ പത്തേന്ന് പറഞ്ഞോളൂ നൂലോട്. അപ്പം ഞാൻ ജനൽക്കൂടെ നോക്കി അതിലൊക്കെ അടച്ചിട്ടൊക്കെ എത്തുന്നു. ജനൽക്കൂടെ നോക്കിപ്പിട്ടേ ഓ കണ്ടാ സഹിക്കില്ലേ. അവൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടാവല്ലേ. അങ്ങനെ വേണം അവൾക്ക് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ്. എടി അതല്ല വിഷയം. അവളുടെ കെട്ടിയോനെ കുറിച്ച് തിരക്കണ കെട്ടിയാണ് ഞങ്ങളുടെ. അതെ അതിന് കെട്ടിയോനെ കുറിച്ച് തിരക്കണ അവിടെ എന്തിനു അറിയണടി. എടി കെട്ടിയത് നൂലോടി കേട്ടാലേ ആൾക്കാർ വിചാരിക്കുക. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഓർക്കുന്നത് അറിയണേ. അതെ അയ്യോ ഞാൻ ആശയത് വെറുതെ ആയി. ഇപ്പം എന്തായാലും ഞാൻ പോവാം. അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം പിന്നെ കാണാട്ടാ.